ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ പെരിന്തൽമണ്ണ പോവാട്ടോ. ഡോക്ടറെ കാണിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, കുറവില്ലേ ഫൈസൽ ഡോക്ടറെ പോയി കാണിക്കണമെന്ന്. അപ്പോൾ അവിടെ പോയി ഡോക്ടറെ കാണിച്ചപ്പോഴാണ് റിതു പറഞ്ഞത്, ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഇവിടെ ഒരു പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങോട്ട് പോവാട്ടോ. കുട്ടികളൊക്കെ വാശി പിടിച്ചപ്പോൾ കാക്കും വണ്ടി അങ്ങോട്ട് മെല്ലെ തിരിച്ചു കേട്ടോ. അപ്പോൾ ജിസാം പാർക്ക് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. എന്തായാലും നമ്മൾ പോയോക്കട്ടെ. എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ മെല്ലെ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ പാർക്കിക്ക് പോണത്. ഞാനിതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ജിസാം പാർക്ക് അഗ്രികൾച്ചർ. അപ്പോൾ കുറച്ചങ്ങോട്ട് പോകണം കേട്ടോ. ഞാൻ ഫുള്ളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പോണ സ്ഥലങ്ങളൊക്കെ കുറച്ചൊക്കെ എടുത്തു. അപ്പോൾ വലിയ ടൗണിൽ നിന്ന് കുറച്ച് ഒരു ചെറിയ പോക്കറ്റ് റോഡിന് കുറച്ചങ്ങോട്ട് പോകണം കേട്ടോ. എന്തായാലും ഒരു കുന്നുംപുറത്താണ്. കുറേ കണ്ടോ, കുറേ പോകണം. ഡബ്ബറും തോടും വായത്തോട്ടൊക്കെ കഴിഞ്ഞു കണ്ട് അങ്ങനെ പോകണം കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. നല്ല കാലാവസ്ഥയാണ്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു ഇങ്ങനെ കണ്ടിട്ട്. അപ്പോൾ കുറേ വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതൊരു ഇറക്കം ഇങ്ങനെ ഇറങ്ങുക, നല്ലൊരു ചുരം ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. നല്ലൊരു ചുരം കൂടെ ഇറങ്ങിയിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞപ്പോൾ കണ്ട കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് എന്താ ഞങ്ങൾക്ക് അറിയില്ല, അത് അവരെ പാർക്കിംഗ് സൗകര്യമാണ് തോന്നുന്നു. ഇവിടുന്ന് ഇങ്ങനെ ആളെ കയറ്റിയിട്ട് ജീപ്പിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അതറിയില്ല. എന്തായാലും ഇങ്ങനെ പോയി നോക്കുക. നമ്മളടുത്തൊരു വണ്ടി ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ പോയി നോക്കാമെന്ന് കരുതി അങ്ങനെയാണ് വിട്ടു കേട്ടോ. അവിടെ നിർത്തിയൊന്നുമില്ല. അവിടെ കുറേ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ജീപ്പിന് വേണ്ടിയിട്ട് കാത്തുക്കുകയാണ്. വേണ്ടോ, അവരെ ജീപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. കണ്ടോ, അവിടെ ഇങ്ങനെ വരി വരിയായി നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറേ നടക്കണമല്ലോ മക്കളെ, നമുക്കറിയില്ലല്ലോ, അത് ആദ്യമായിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിക്ക് വണ്ടി പോകുമല്ലോ. അപ്പോൾ അവിടെ ഫുള്ളാന്ന് പറഞ്ഞപ്പോൾ നമ്മളേ ഇവിടെ നിർത്തിയതാണ്. ഇതിന് പൈസയൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതുപോലെ ഇങ്ങനെ അട്ടിക്ക് ഇങ്ങനെ നിർത്തിയിട്ടിക്കുക. രാത്രി ആയപ്പോൾ കാക്കു വണ്ടി എടുക്കാൻ പോയപ്പോൾ കാക്കു അറിയുന്നുണ്ട്. അവിടെയൊക്കെ വണ്ടി ആരെയും എടുത്തോണ്ടായാലും അറിയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ നടന്നു പോന്നു. അവിടെ തന്നെ മുന്നിൽ തന്നെ ഒരു കുരങ്ങനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. മക്ക് നടക്കാൻ വയ്യ, ആദ്യമായിട്ടല്ലേ കുറച്ച് കൊണ്ട് നടന്നു പോരുന്നത്. എന്തായാലും നടന്നുകൂടി ഞാനും റീതും അങ്ങനെ താങ്ങി പിടിച്ച് നടന്നു കേട്ടോ. കുറച്ചൊക്കെ ഉമ്മാനെ നടപ്പിക്കണം. ഇങ്ങനെ ഇരുന്നിട്ടേ കാലുകളൊക്കെ ഇങ്ങനെ ഉറച്ച മാതിരി കേട്ടോ. പിന്നെ ഇപ്പം എനിക്ക് അകത്തുനിന്ന് ഓടി പാഞ്ഞെടുക്കണ അടിയിൽ ഉമ്മാനെ കുളിപ്പിക്കണ ആ ഒരു നടത്തൊക്കെ അല്ലേ നടത്താൻ കഴിയുന്നുള്ളൂ. മക്കളുണ്ടേ ഓലൊക്കെ നടത്തിക്കും കേട്ടോ. അവർ സ്കൂൾക്ക് പോകുമ്പോൾ അതിനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഇതാക്കണ ഇതൊക്കെയാണ് പാർക്കുകൾ കേട്ടോ. നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. ഇതൊരു മലയാണ് തോന്നുന്നു കേട്ടോ. കാണാനൊക്കെ ഭംഗിയുണ്ട്. ഇനി അതിൻ്റെ മേൽഭാഗത്തൊക്കെ അങ്ങോട്ട് കയറി നോക്കട്ടെ. എന്തായാലും കണ്ടപ്പോൾ തന്നെ കാക്കു പറഞ്ഞു കേട്ടോ, ഇതിൻ്റെ മോൾക്ക് ഉമ്മാനെ കയറ്റാൻ പറ്റൂലല്ലോ പെണ്ണെ, നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരുത്താം. ഉമ്മ പറഞ്ഞു കേട്ടോ, ഞാൻ എൻ്റെ മോൾക്ക് ഇല്ലയെന്ന്. ഉമ്മാക്ക് ഇങ്ങനെ ആസ്മൻ്റെ അസുഖമുണ്ട്, ഉമ്മാക്ക് ശ്വാസം വലിക്കണേ. അപ്പോൾ പിന്നെ അവിടെ ഇരുത്തല്ലേ നല്ലത്. വീൽ ചെയറൊക്കെ ഉണ്ട് കേട്ടോ. അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു വീൽ ചെയർ ഉണ്ട് പറഞ്ഞു. അത് വേണ്ട, നമ്മളെ കൊണ്ട് കയ്യിലിട്ടോ നന്നായിട്ട് കയറ്റണം, കുറച്ചങ്ങോട്ട് കയറിപ്പോണം. അപ്പോൾ അത് കണ്ടോ, റോക്കിലൂടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്താ അപ്പം അതിന് പറയാം, എനിക്ക് പിടിയാടില്ല കേട്ടോ. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ മക്കളെ. കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഉമ്മാക്കും അതിലേറെ സന്തോഷം. ഉമ്മ കുട്ടികളെ പോലെയാണ്. ഉമ്മ 2 ദിവസമായി പറയുന്നു കടൽ കാണിച്ചു തരുമോ, കടൽ കാട്ടി തരുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ കടൽ കാണാനപ്പം നിങ്ങൾക്ക് പൂതി ചോദിച്ച്. അപ്പോൾ റിതു കേട്ടോ, റിതു അവിടെ ഇരുത്തിട്ടോ നന്നായിട്ട് നോക്കും ഉമ്മാനെ കേട്ടോ. ഉമ്മാനെ താങ്ങി പിടിച്ചാനും വണ്ടിയിലിരുത്താനും ഒക്കെ ഒരാൾ വേണം, മെല്ലെ മെല്ലെ നടപ്പിക്കാനൊക്കെ. അപ്പം ഉമ്മാനോട് ഞാൻ അങ്ങനെ പറയാം, നടക്കുമ്പോൾ പറയായിരുന്നു ഉമ്മ നല്ല കോൺസെൻട്രേഷൻ ചെയ്തോളി കേട്ടോ, ഉമ്മ വീഴരുത് മനുഷ്യന്മാരടിയിൽ നിന്ന് കേട്ടോ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില നേരത്തെ ഒരു അന്തം വിടലുണ്ട്. ആ അന്തം വിടലുണ്ടാവുമ്പോഴേ അവിടെ വീകും. എന്നിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്, ചിരിച്ച് കണ്ട് ഇങ്ങനെ ഓടി നടക്കുക അമ്മ. ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അവിടെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ ഇരിപ്പിടും ഉണ്ട്. അവിടെ ഒരു കുഞ്ഞ് സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. ആ നാനും ഉണ്ടല്ലോ, നാനൂനെ ഇരുത്തി. നാനൂനെ നാനു എമ്മമ്മ അപ്പുറത്തായില്ലേ. എമ്മമ്മാനെ അപ്പുറത്തേക്ക് ഇരുത്താൻ പേടി കേട്ടോ മക്കളെ, നിലത്തേക്ക് വീഴാവും. ഇതിങ്ങനെ ചെരിഞ്ഞിട്ടാണൊക്കെ. മാന അവിടെ ഇരുന്നാണ് ഡെപ്പോസിറ്റ് അവിടെ ഇരുത്തി. അവിടെ കുറച്ച് കയറി പോരാണ്ട് കേട്ടോ. എവിടേക്ക് ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കാനൊക്കെ. ആ ഞാൻ അത് കാണാൻ വന്നതാണ്. ഞാൻ മേൾക്കൊക്കെ കയറി നോക്കട്ടെ. അമ്മ ഏതായാലും അവിടെ ഇരിക്കട്ടെ കുറച്ച്. എന്താ ലിനു അങ്ങോട്ട് അത് തല ഇങ്ങനെ ആട്ടോ ആവട്ടോ. ആ കുതിരനെ കാട്ടി കൊടുക്കി, ലിനുവിന് കാട്ടി കൊടുക്കി കുതിരനെ.
നല്ല ഭംഗിയില്ല കുതിര. അതിമ കേറാനോ? തൊടാൻ പൈസ? ഇപ്പോഴാണ് സംഭവം ക്ലിയർ ആയത് കേട്ടോ. ഇപ്പോഴാണ് സംഭവം ക്ലിയർ ആയത്. ഞാനും കാക്കും കൂടെ ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുക്കാം. ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ടല്ലോ മനുഷ്യ. നിങ്ങൾ എന്തെയാവും ഇങ്ങോട്ട്? കാണുന്നുണ്ടോ? ഇഷ്ടംമാതിരി സ്ഥലം കാണുന്നുണ്ട്. പക്ഷെ വണ്ടി ഇവിടെ പാർക്കിംഗ് വണ്ടി 1 കിലോമീറ്റർ അകലത്തന്നെ വണ്ടി ഇട്ടുണ്ടോ, നടന്നു പോന്നിക്കാണ്. ഇതുവോ ഇപ്പൊ ചോദിക്കേണ്ടിയിരുന്നു. അമ്മച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മച്ചി സുന്ദരിയായ അവിടെ കുത്തിറക്കുന്നുണ്ട്. അല്ല ഇജ്ജ് ഫ്രൂട്ടി കുടിച്ചാൻ പോന്നാ? നീ ഇങ്ങനെ ഇപ്പാനിട്ട് കാണി പഠിപ്പിച്ചു കേട്ടോ. പൈസ കൊടുത്തിട്ടില്ലല്ലോ ഇപ്പ. സുന്ദരിയ കുതിര ഇവിടെ? കുതിര കുതിര എന്റെ ചോർക്കില്ലേ? അവിടെ പോവില്ല. എനിക്ക് ഫ്രൂട്ടി ടൈറ്റല്ലേ വലിയ ഗതിയോട്. അങ്ങോട്ടൊന്നും പോവില്ല. തിരിച്ചിങ്ങനെ പിടിച്ചോ. അപ്പോൾ തിരിഞ്ഞു കാണുന്നത് പച്ചക്ക് വരാന്നായി. നമ്മളതൊന്നുമില്ല കേട്ടോ. നമ്മളത് മൂലക്കൽ ഇവിടെ നീമ്പ പോയിരുന്നു സാഫേ? സാഫായിമ ഇരിക്ക്. അതില് കയറിക്കോ. ഒറ്റക്കോ? ആ സഫയിലേ പോയി നോക്കിട്ടോ. കുട്ടികളെ ശ്രദ്ധിക്കൂട്ടോ. ഇതോ ഏയില് സഫേ പൊന്നെത്ത കാട്ടിന് യച്ചൂസ് ഏതെങ്കിലും ഒന്ന് എല്ലാം കൂടി പരക്കം പോയി. യച്ചൂസ് ചൈമോൾ എടുക്കുന്ന തന്നെയാണ് കേട്ടോ മക്കളെ. അവിടെ ചെറുതില്ല. ഇനി എവിടുക്ക അതിലെ കീഞ്ഞാടി പാർക്ക് ഉണ്ടല്ലോ. ലീനോടെ ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ട് വാ.
ഈനൂനും ഉച്ചൂനൊക്കെ ഭയങ്കര സന്തോഷമായിക്കോളും. തക്കാടില്ല കേട്ടോ മക്കളെ, കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾക്ക് കയറാൻ 100 രൂപയെന്നുള്ളൂ അല്ലേ? 100 രൂപയല്ലേ കുട്ടികൾക്ക്? 5 വയസ്സിന് താഴെ പൈസ ഉണ്ടല്ലേ? 5 വയസ്സിന് താഴെ പൈസ ഉണ്ട്. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 50 റുപ്യ. പിന്നെ 5 വയസ്സിന് മുകളിൽ 50 റുപ്യ. മമ്മാക്ക് 65. മമ്മാക്ക് എത്ര എടുത്തു? 50 റുപ്യ അല്ലേ? ബാക്കിയുള്ളതൊക്കെ 100 കേട്ടോ. ഇതിൽ പൈസ ഒന്നും വേണ്ട ഈ ചെറിയ പരിപാടിയിലൊക്കെ കേട്ടോ. അത് ഇതിൽ ഉൾപ്പെടും തോന്നുന്നു. പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല. കമ്മിയുണ്ട്. അപ്പം ഇവിടെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മാനെ താഴത്തെത്തി പോന്നാണ് കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് കയറ്റാൻ പറ്റൂല. അതൊരു മല കേട്ടോ മക്കളെ. ആകെ മലയും കുന്നൊക്കെ ചെത്തി നിർത്തിക്കാണ്ട് ഉണ്ടാക്കിയാലേ. അപ്പോൾ അതാ കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ. പ്രകൃതി രമണീയമായ സ്ഥലം. വൈകുന്നേരം 4 മണി 3 മണി മുതൽ 9 മണി വരെ അല്ലേ? ഈ ചെറിയ ഇതിക്കൊന്നും കയറാൻ പൈസ വേണ്ട കേട്ടോ. 50 രൂപ കൊടുത്തില്ലേ, അതിൽ പെടും കേട്ടോ. മുകളിലൊന്നും പോയിട്ടില്ല. മുകളിലൊക്കെ പോയി നോക്കട്ടെ എന്താ എമൗണ്ട് ആവുകയെന്ന്. അപ്പം ഇതെവിടെ സ്ഥലം ആക്കുക? കറക്റ്റ് പറഞ്ഞു കൊടുക്കേ. മണ്ണാർമറ പെരിന്തൽമണ്ണ അല്ലേ? അവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് മൊത്തത്തിൽ? എത്ര? പട്ടിക്കാട്ടിൽ നിന്ന് 3.5-4 കിലോമീറ്റർ. പട്ടിക്കാട്ടിൽ നിന്ന് കുഴപ്പമില്ല കേട്ടോ. നല്ല രസമുണ്ട് കയറാൻ. കഴിയണോല് വരും കേട്ടോ. അത്ര മല ഒരു കുന്നുമലയാണ്. അങ്ങോട്ട് കയറി വരണം. പിന്നെ പാർക്കിംഗ് സൗകര്യം ഇവിടെ താഴെ ഉണ്ട്. ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. അവിടെ കൊണ്ടുപോയി നിർത്തി. ഇവിടെ അതൊരു പറഞ്ഞൊന്നുമില്ല. അവിടെ മേലെ കൊണ്ടുപോയി കണ്ട് നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് നടന്നാൽ പോകുന്നു കേട്ടോ ഉമ്മാനും കൊണ്ട്. അപ്പം അവിടെ ആക്കണം. അവിടെ ഇങ്ങനെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. അവിടെയാണ് ഞങ്ങളൊക്കെ നിർത്തിയിട്ട് കേട്ടോ. ആ തെങ്ങിൻ്റെ ഒക്കെ അടിയിൽ കണ്ടില്ലേ? അവിടെ പൈസ ഒന്നും വേണ്ട കേട്ടോ. ഇവിടെ പൈസ വേണമെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. അറിഞ്ഞിക്കണമെങ്കിൽ ഇവിടെ വന്ന് നിർത്തിയിടുമായിരുന്നു കേട്ടോ. ഉമ്മയൊക്കെ അല്ലേ ഉമ്മാനൊക്കെ അവിടെ നിന്ന് നടത്തിക്കാണ്ടാ കൊടുന്നു. ഉമ്മ അത് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഉമ്മാക്ക് വെള്ളവും പിന്നെ നമ്മളെ പോക്കോണൊക്കെ കൊടുത്തിരുത്തിയ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല മലനിരകൾ കുത്തി നിരത്തി ഉണ്ടാക്കിയാ തോന്നുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്രകൃതി രമണീയമായ സ്ഥലം. ഇരിക്കാനൊക്കെ ഇങ്ങനെ ഇതുപോലെ സീറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം കേട്ടോ. നമ്മൾ ചുമ്മാ ഇതാക്കണ ഊഞ്ഞാലാണ് കേട്ടോ. ചുമ്മാക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഒരുപാട് കുട്ടികളും ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. ഒരുപാട് കുട്ടികളുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു. ഞായറാഴ്ച ആയിരുന്നു ഞങ്ങൾ പോയത് കേട്ടോ. ഫൈസൽ ഡോക്ടറെ അടുത്ത് പോയിക്കാണ്ട് പിന്നെ കുട്ടീനെ കാണിച്ചു കാണ്ട്. റിദ മുഹമ്മദ് തന്നെയാണ് ഇതിൻ്റെ പണി കേട്ടോ. ഓന് ഈ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിക്കാണ്ട് അവിടെ പോയപ്പോൾ കുറച്ച് നേരം ഇരിക്കാറുണ്ട് കാണ്ട് അങ്ങനെ പോയതാട്ടോ ഞങ്ങൾ മക്കളെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷം. ഒരുപാട് ആളും ഉണ്ടായിരുന്നു. ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു. എന്തായാലും നമ്മൾ കോട്ടക്കുന്നിൻ്റെ അത്രയൊന്നും ഇല്ല കേട്ടോ. അത്ര ഇല്ലാനും പിന്നെ അത്ര തിരക്കും ഇല്ല കേട്ടോ. 100 രൂപയാണ് ഒരാൾക്കൈക്ക് കയറാൻ. ചെറിയ ഇച്ചുവിനൊന്നും പൈസ വാങ്ങിയിട്ടില്ല. ബാക്കിയുള്ളവർക്കൊക്കെ 100 ഈച്ച വാങ്ങിയിട്ടോ. 65 വയസ്സിന് 50 കേട്ടോ. പിന്നെ ഷെയ്മോക്ക് 10 വയസ്സായ കുട്ടിക്ക് 50 റുപ്യയും വാങ്ങി. എന്തായാലും ആ 100 റുപ്യൊക്കെ ഉള്ളത് കുട്ടികൾക്ക് ആടി കളിക്കാട്ടോ. ഊഞ്ഞാല പിന്നെ ഒഴുകി വരുന്ന സ്ഥലം അങ്ങനെയൊക്കെ ഉള്ളത് കേട്ടോ. കുഞ്ഞി താറാവ് അങ്ങനെയൊക്കെ. ഷെയ്മോൾക്കും റിതുവിനും ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ പറ്റിയത് ഉണ്ട്. 250-300 ഒക്കെയാണ് കേട്ടോ. ഇമാതിരി സാധനങ്ങൾ ഇതിമ്മ കൂടെ ഇങ്ങനെ നടക്കുക. പിന്നെ നമ്മൾ ആ സൈക്കിളൊക്കെ ഉണ്ടല്ലോ, സൈക്കിൾമ കൂടെ നടക്കുക. പിന്നെ ആ റോക്ക് അങ്ങനത്തെയൊക്കെ മോഡൽ കേട്ടോ. അതിലെന്തായാലും കാക്കു കയറണ്ടായിരുന്നു. 250-300 രണ്ടാക്കും കൂടി നല്ല സംഖ്യയാവും. പിന്നെ കാക്കുവിന് അതൊക്കെ പേടി കേട്ടോ. കുറേ മുന്നേ നമ്മൾ ഇവിടെ പോയപ്പോൾ കൊടക്കുന്ന് പോയപ്പോൾ റിതു കയറിയിരുന്നു കേട്ടോ സൈക്കിള്. റിതുവാ
എന്തേ അവനോട് ഇപ്പ പറഞ്ഞു കേട്ടോ ആദ്യ 200 100 പരിപാടിക്ക് ഞാൻ ഇല്ലാന്ന്. ഉമ്മാനെ വിളിച്ചേണ്ട, ഉപ്പാനെ വിളിച്ചോ. അപ്പോൾ ഓല് രണ്ടാളും നിന്ന് വെള്ളം ഇറക്കുക എന്നല്ലാതെ വേറെ പരിപാടികളൊന്നുമില്ല കേട്ടോ ഇവിടെ വലിയ കുട്ടികൾക്ക്. പിന്നെ വെറുതെ നമുക്ക് കപ്പിൾസിനൊക്കെ വന്നിരിക്കുക ഫാമിലി ആയിട്ട്. കുട്ടികൾക്കാട്ടോ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, അതിലൊന്നും പൈസ വേണ്ട കേട്ടോ. കുട്ടികൾക്കൊക്കെ കളിക്കാം അതിലിങ്ങനെ എത്ര നേരം വേണമെങ്കിലും 9 മണി വരെയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് പെരിന്തൽമണ്ണ മണ്ണാർമലയാട്ടോ, ജിസാൻ പാർക്ക് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. റിത മുഹമ്മദ് കണ്ടുപിടിച്ചാന്ന് പറഞ്ഞില്ലേ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, കുറേ താത്തന്മാരും കാക്കന്മാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. ഒഴിഞ്ഞിരിക്കണവർക്കൊക്കെ ഇങ്ങനെ പോവാം. കുഞ്ഞു കുട്ടികളൊക്കെ അല്ലോണ്ടേ കുറേ നേരമൊന്നും നിൽക്കാൻ പറ്റൂല. പിന്നെ നമ്മളെ മിന്നുമൊക്കെ ഉണ്ടല്ലോ, മിന്നുവിന് വയ്യാത്തതല്ലേ, കുറവുണ്ട് കേട്ടോ. ഡോക്ടറെയും കൂടി കാണിച്ചപ്പോൾ ഒരു സമാധാനമായി എനിക്ക് കേട്ടോ. ചിരിക്കണൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ശബ്ദം ഉണ്ടാക്കുന്നുണ്ടല്ലേ. പിന്നെ അതാക്കണ ഇവിടെ ഇങ്ങനെ താഴെ കുട്ടികൾക്ക് കളിക്കണ ഒരു സാധനം ഉണ്ട് കേട്ടോ. എന്തായാലും വെള്ളം സർപ്പം പൊടിയൊക്കെ ഇട്ടുകാണ്ട് കുട്ടികൾ പന്തളിക്കുകയാണ് കേട്ടോ. അതിൽ ഇതിങ്ങനെ തോണ്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു കുഞ്ഞു കുട്ടികൾ കളിക്കണ ഇടാമുണ്ടാതെ നിന്ന് പറഞ്ഞു ഞാൻ. അതിലൊക്കെ കളിച്ചാൽ പിന്നെ ആകെ വെള്ളം കൊണ്ട് 5 കളിയായിരിക്കും. അപ്പോൾ പിന്നെ അതിനൊന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഷെയ്മോളെ മുഖം കണ്ടോ, ഷെയ്മോൾക്ക് ഈറടിച്ചിരിക്കണം കേട്ടോ. എന്താ അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ മല കുന്ന് കയറ്റി എന്നല്ലാതെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ കണ്ടില്ല ഷെയ്മോളെ, ഇതൊക്കെ ഒന്ന് കണ്ടളാ, കുട്ടികളൊക്കെ ഒന്ന് കളിപ്പിച്ചാൽ ഇനി ഒരിക്കൽ നമുക്ക് കോട്ടക്കുന്ന് നമുക്ക് പോവാറുണ്ട്. അവിടെ ആകുമ്പോൾ കുറച്ചൊക്കെ കാണാനും ഉണ്ട്. പിന്നെ അതിൽ ഇനിയിപ്പോൾ 100 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താൽ ഓൽക്ക് യന്ത്രഊഞ്ഞാൽ, തോണി, കപ്പും സാസറ് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഈ 10-11 വയസ്സായ കുട്ടികൾക്കുണ്ട് ഇതിനൊക്കെ. പിന്നെ അതിൻ്റെ താഴെ കുട്ടികൾക്ക് തീവണ്ടിയും കുഞ്ഞിത്താറാവ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ 10 രൂപ കൊടുത്താലും ലാഭം തന്നെയല്ലേ. ഇവിടെ പിന്നെ അതൊന്നുമില്ല, ഈ കുട്ടികൾക്ക് കാര്യമായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് കളിക്കുക അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാക്കണ നമ്മളെ ചുമ കേട്ടോ, ചുമ്മാക്കാണ് പൊടിപ്പൂരം. ചുമ അങ്ങനെ കിടന്ന് കാണ്ട് ചാടി കളിക്കുക കേട്ടോ. പല്ലുവേദന ഉണ്ട്, അതിനിടയ്ക്കിടയ്ക്ക് കരഞ്ഞിരുന്നു കേട്ടോ. പല്ലിൻ്റെ ഒന്നും തീരുമാനമായിട്ടില്ല. അപ്പോൾ ഭയങ്കര ഇഷ്ടമായിക്കണം ഇങ്ങനെ ചാടി കളിച്ച് നടക്കുകയാണ് ഓള്. താറാവ് ഒക്കെ കയറിക്കാണ്ട് അത് കണ്ടോ, അതിലിങ്ങനെ കയറിക്കാണ്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റെപ്പ് വഴി ഇറങ്ങാം കേട്ടോ. നല്ല രസമുണ്ട്. 6 മണിയൊക്കെ ആയപ്പോഴേ ആകെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. മാനൊക്കെ കറുത്ത് ആകെ ലൈറ്റുകളൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ചുറ്റും കേട്ടോ. നല്ല കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. സൈഡ് ഭാഗങ്ങളിലൊക്കെ പച്ചയും മഞ്ഞയും വെള്ളയൊക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ. ഇതിലൊക്കെ ഇറങ്ങിയാൽ താഴേക്ക് എത്താട്ടോ. ഉമ്മച്ചി അവിടെ താഴെ ഇരിക്കുന്നുണ്ട്. ഞാൻ കാക്കും ഇങ്ങനെ ഞാനും പറയുന്നുണ്ട് ഉമ്മച്ചിക്ക് എന്തേലും പിന്നെ ഫോണൊക്കെ കൊടുത്തിരുന്നു, വെള്ളം കൊടുത്തിരുന്നു, ഇതൊക്കെ കൊടുത്തിരുന്നു. പിന്നെ നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് സൂം ചെയ്ത് നോക്കൂട്ടോ, അവിടെ ഇരിക്കുന്നുണ്ട് 36. അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ കെട്ടിയിട്ടുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയി കാണിക്കണ്ടേ. പിന്നെ വീഴൊന്നുമില്ലൊരു പേടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതാക്കണ സുന്ദരിമണികളൊക്കെ അവിടെ ഇരുന്ന് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞിപ്പെങ്ങന്മാരെ കളിപ്പിക്കുകയാണ് കേട്ടോ. ഉള്ളിൽ ചെറിയൊരു സങ്കടം ദേഷ്യമൊക്കെ ഉണ്ട്. ആ റോക്കിൽ ആ മേലത്തെ അതിലൊക്കെ കയറി പോകാൻ 100 200 വേണമല്ലോ മക്കളെ. അതിൽ ഇവിടെ ചാടിയ കണ്ടില്ല, ആരൊക്കെ ചാടുന്നുണ്ട് കേട്ടോ. ഇതിൽ നോക്കണുണ്ട്. അത് വരുന്നില്ല അറിയുതോ. തങ്ങിയാ കോലിട്ട് കുത്തണോ ടിച്ചൂസ് അവിടെ 10 കൂടെ കോലിട്ട് കുത്തണോ പുട്ട്. ഓക്കെ പേടിയൊന്നും എല്ലാത്തിലും കേറും വേണം. ചാടി കളിച്ചു ഞങ്ങളെ രണ്ടാളും വേണ്ട, ഞങ്ങളെ രണ്ടാളും ആയിട്ടില്ല. ഞങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് കൊടുന്ന ആ കൊണ്ട് പഴവിന് ഋതുവാ പൂച്ചക്കുട്ടികളെ കൊണ്ട് പോയനോ അത്. അപ്പോൾ പിന്നെ പോവുക പറഞ്ഞുകൊണ്ട് ആ മേലെന്ന് കുന്നുംപുറത്തുനിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടോ. ആ ഐസ്ക്രീം വാങ്ങാൻ ഒരുപാട് നേരം നിന്നു കേട്ടോ. കാക്കൂന് ഇറടിച്ചാണ്. കാക്കു പറഞ്ഞു പോരി ഞാൻ വൈക്കൊന്നും വാങ്ങി തരാം, എന്നാലും വേണ്ടില്ല ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ചു കാണ്ട് പോവാം പോരി അറിയുന്നുണ്ട്. ഉമ്മയുണ്ട്, അതുകൊണ്ട് സമാധാനമാണ്. പക്ഷേ ഈ കുട്ടികൾ മഞ്ഞിറങ്ങുമ്പോൾ കുട്ടികൾക്ക് വയ്യാതാവില്ലേ. അപ്പോൾ എന്തായാലും ഐസ്ക്രീമൊക്കെ കിട്ടി ഞങ്ങൾ ഇറങ്ങിപ്പോരാണ് കേട്ടോ. മല ഇറങ്ങിപ്പോരാണ്. അപ്പോൾ മൂത്രമൊഴിക്കാലോലൊക്കെ മൂത്രമൊഴിച്ചോളി കാക്കു ഇങ്ങനെ പറയുന്നുണ്ട്. ഇറങ്ങി പോന്നപ്പോൾ ആ ലാസ്റ്റ് ഇങ്ങനെ അവിടെ ഇങ്ങനെ നിന്നപ്പോൾ പെട്ടെന്ന് ഓല് രണ്ടാളും പെട്ടെന്ന് അയിമ പോയി കയറിട്ടോ.
അപ്പോൾ റിതു പറഞ്ഞു കുറച്ച് നേരം കൂടി കളിപ്പിക്കട്ടെ പറഞ്ഞു. അപ്പോൾ കാക്കൂന് ഇറടിച്ചിക്കണം, എന്നാലും ഞങ്ങൾ രണ്ടാളോടെ കുറച്ച് നേരം കൂടി ഇരുന്നു കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോരുന്നതല്ലേ, അപ്പം എന്നാൽ അങ്ങനെ കളിച്ചോട്ടെ കുറച്ച് നേരം കരുതി. ഏതായാലും ഇച്ചുവിനോട് ഞാൻ പറയണ്ട ആ സൈഡിലെ പല്ലൊന്നും തട്ടണ്ടാന്ന്, ഇടയ്ക്കിടയ്ക്ക് കരയുണ്ട് തട്ടിയിട്ട്. എന്നാൽ അവൾക്ക് എല്ലാം വേണം, ഇനിങ്ങനെ കരയുക ഫ്രൂട്ടി അത് ഇത് പറഞ്ഞു. കുട്ടികളല്ലേ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പാട്ടും പരിപാടിയൊക്കെ നമ്മൾ താഴെ ഇറങ്ങി വന്നു കേട്ടോ. അപ്പം നമ്മളവിടെ ഇരുന്നിട്ടില്ലായിരുന്നു, ഉമ്മ അവിടെ ഇരുന്നിട്ടില്ലായിരുന്നു. അവിടെ ഇങ്ങനെ പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് അവിടെ ഒരു ചെറിയ സ്റ്റേജൊക്കെ ഉണ്ട്, കുട്ടികൾ പാടുന്നുണ്ട്, വലിയവരൊക്കെ പാടുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേൾക്കാൻ, കുഞ്ഞു കുട്ടികളൊക്കെ അല്ലേ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരിക്കണം എന്നുണ്ട്, പക്ഷേ കാക്കു പറഞ്ഞു പോരി പോരി കുറേ നേരമായില്ലേ, ഉമ്മയും കുഞ്ഞു കുട്ടികളൊക്കെ അല്ലേ പോര് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഇരിക്കട്ടെ കാണാൻ, ഇത്ര നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പാട്ട് ഇതിൽ ഇടണം കരുതിയപ്പോൾ റിതു പറഞ്ഞു കരോക്കെ ഉണ്ട് ഉമ്മ, അത് ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടും അമ്മക്ക് പറഞ്ഞു. അതാണ് പിന്നെ ഇടാഞ്ഞ കേട്ടോ. നല്ല രസമല്ല പാട്ടൊക്കെ പാടുന്നുണ്ട്. പിന്നെ അത്താനോട് ഞാൻ സലാമൊക്കെ പറഞ്ഞു, പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കല്യാണ വീട്ടിലൊക്കെ പാടലുണ്ട് പറഞ്ഞു. ഇവിടെ വന്ന് പാടുമൊന്നുമല്ല കേട്ടോ, ഇവരിങ്ങനെ കാണാൻ വന്നതാണ്. അപ്പം ആർക്കും പാടാം. ഒരു 6-7 മണി കഴിഞ്ഞാൽ 9 മണി വരെ ഇവിടെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. പരിപാടികൾ പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾക്ക് പാടാം, നമുക്ക് വേണമെങ്കിൽ പാടാം, കരമൊക്കെ കഴിച്ച് പാടാം. അപ്പോൾ അവിടെ കുറേ ഞാൻ ഇരിപ്പിടം ഇങ്ങനെ കാണിച്ചു തന്നിരുന്നല്ലോ, അവിടെയൊക്കെ ഇരുന്ന് കാണ്ട് കുറച്ച് നേരമൊക്കെ കാറ്റ് കൊണ്ട് ഇരിക്കാം കേട്ടോ. നല്ലൊരു കാലാവസ്ഥ കേട്ടോ. ഒരു മലഞ്ചെരുവൊക്കെ ആയിട്ട് കുറേ ചെടികളും പൂക്കളും കായ്ക്കളും ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. മീനിൻ്റെത് ഒക്കെ ഉണ്ട് കാണാൻ കേട്ടോ. പിന്നെ ആ യന്ത്ര ഊഞ്ഞാലും ഇതൊക്കെയാണ് കാര്യമായിട്ടില്ലത് കേട്ടോ. വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ കയറിപ്പോയി പ്രകൃതി ഭംഗി ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഉമ്മാനെ കുറേ നടത്തി കൊടുന്നതായിരുന്നു കേട്ടോ. അവിടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ, അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട്. അത് ഞങ്ങൾക്ക് അറിയില്ല. വണ്ടി അങ്ങോട്ട് ചെന്നോടുകൂടി അവിടുത്തെ ആളുകളുണ്ടല്ലോ, ഈ പാർക്കിൻ്റെ ആളുകൾ, അവർ അവിടെ തന്നെ പാർക്ക് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ നിർത്തി. പിന്നെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അത് ഫുള്ളായിട്ടുണ്ട് എന്ന് പറഞ്ഞു കണ്ട അവിടെ നിർത്തിച്ച ആ മേലെ ഭാഗത്ത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 1 കിലോമീറ്റർ ബാക്കിലോട്ട് ആണ് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അവിടുന്ന് അവരെ ജീപ്പുകളുണ്ട്, 3-4 ജീപ്പുകളുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ആളുകളെയൊക്കെ കേട്ടോ. ഇവിടെ അങ്ങനെ കുറച്ച് സൗകര്യ കമ്മിയുണ്ട്, ഇത് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ സൈഡിലൊക്കെയാണ് കാക്കു വണ്ടി നിർത്തിയിട്ടുണ്ട്. അവിടെ കാടും മലയും കാട്ടാറും ഒക്കെയാണ് കേട്ടോ. ആകെ ഞാൻ പറഞ്ഞില്ലേ ആളുകളൊന്നുമില്ല ആ ഭാഗങ്ങളിലൊന്നും. അവിടെ നിർത്തിയിട്ടിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഇതിന് കുറച്ചൊക്കെ വണ്ടികളൊക്കെ പോയിട്ടുണ്ട് പാർക്കിംഗ് സ്ഥലത്തു നിന്ന് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വണ്ടി അവിടെ തന്നെ ഇട്ടല്ലേ, ഇനി പോകുമ്പോൾ എടുക്കാമെന്ന് കരുതി. അപ്പോൾ കാക്കു വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അതോളം കുറച്ച് നേരം ആ പാട്ടൊക്കെ കണ്ടിരിക്കാമെന്ന് കരുതിക്കാണ്ട് പാട്ട് പാടുന്ന കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കരോക്ക് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കോപ്പറേറ്റ് കിട്ടുമെന്നറിയും. ഇത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ ഞാൻ വല്ലാതെ ഉൾപ്പെടുത്താഞ്ഞത്. അപ്പം നല്ല രസമുണ്ട്, തണുപ്പൊക്കെ ഇറങ്ങി വരുന്നുണ്ട്, മലനിരയല്ലേ. അപ്പം ഞങ്ങൾ പോരാല്ല പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ മിന്നൂസിന് വയ്യാത്തതൊക്കെ അല്ലേ. ഏതായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. കാക്കു വണ്ടി പാർക്ക് ചെയ്തിട്ടും ഇവിടെ ഫ്രണ്ടിൽ കൊടുന്ന് നിർത്തി കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. ഞങ്ങൾ ആ പാട്ട് കാണട്ടെ എഴുതി കണ്ട് കൊച്ചു കുട്ടികളല്ലേ, അവർ പാടിന് കേൾക്കാൻ നല്ല രസമല്ലേ. കുറച്ചൊക്കെ ഞാൻ പെടുത്തി തരാം കേട്ടോ. അതിൽ കരോക്കെ ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ പെടുത്തി തരാം. അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു DJ ഒക്കെ വെച്ചിട്ടോ കുട്ടികൾക്ക് കളിക്കാൻ. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്, ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ ലിനു ആക്കണം കേട്ടോ സൈഡിൽ കൂടെ അങ്ങനെ കളിക്കണം. ഇച്ചുവിനോട് ഞാൻ പറഞ്ഞു പോയിക്കോന്ന്. ഇച്ചുവിനൊരു മടി കേട്ടോ, അങ്ങനെ കളിച്ച് കാണ്ട് അറിയായിട്ട് അവൾക്ക് മടിയാണ്. ഇങ്ങനെ പ്രോഗ്രാമിനൊന്നും കൊണ്ടുപോകലൊന്നുമില്ലല്ലോ. അപ്പം ഇനി ഇങ്ങനെ 2-3 വട്ടമൊക്കെ വരുമ്പോൾ ശരിയായിക്കോളും. ഞാൻ പറഞ്ഞു പോയി കളിച്ചോ കുട്ടികളുടെ അടിയിൽ കളിച്ചോ എന്ന് പറഞ്ഞു. ലിനുവിന് പിന്നെ കിട്ടിയ ക്യാപ്പിൽ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടോ. അവിടെ ഉണ്ടാകും മൂലക്കലോടോ ഉണ്ട്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് പാട്ടൊക്കെ പാടുമ്പോൾ എല്ലാവരും മുന്നിക്ക് ഇങ്ങനെ വരൂലേ. അപ്പോൾ ഞാൻ ക്യാമറ പിടിക്കുമ്പോഴും അപ്പോൾ അതിൻ്റെ മുന്നിൽ ആൾ വന്നിട്ട് ക്ലിയർ ആയില്ല കേട്ടോ. എന്തായാലും പോരാല പരിപാടിയിൽ നിന്നിട്ടോ. അമ്മക്ക് മൂത്രമൊഴിക്കാനൊക്കെ ഉണ്ട് കാരണം ഇവിടെ സൗകര്യമില്ല കേട്ടോ. താഴെ ഭാഗത്ത് സൗകര്യമില്ല, അങ്ങനെ വയസ്സായവരെ കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ ഒന്നെങ്കിൽ മേലേക്ക് പോകണം, അങ്ങോട്ടൊന്നും അമ്മക്ക് കയറാൻ കഴിയില്ലല്ലോ. പിന്നെ വീൽ ചെയർ ഉണ്ട് കേട്ടോ, വീൽ ചെയർ ഉണ്ട്. ആ മേലേക്ക് ഒന്നൊക്കെ കയറ്റാൻ കഴിയൊരു സംശയമാണ്, ഒന്നായിട്ട് ഇവിടെ കയറി പോകണം. അപ്പോൾ എന്തായാലും മടങ്ങുമ്പോൾ നമുക്ക് അവിടെ എവിടെയെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് മൂത്രമൊഴിക്കാനൊക്കെ അവിടെ സൗകര്യം ഉണ്ടാവും പറഞ്ഞു കേട്ടോ. ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഒഴിച്ചിട്ടോ ആ മേലെ ഭാഗത്ത് നിന്ന്, അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ലീനുമോളാക്കണ ഓടുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചി അവിടെ പിടിച്ചു വെച്ചു കേട്ടോ. ഒരു 8 മണി 8:30 ഒക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കേട്ടോ.
ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട്, കളറൊക്കെ കൊടുത്തിട്ട് ലൈറ്റൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ കാക്കൂനെ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. കാക്കു അവിടുന്ന് വണ്ടി എടുത്ത് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മാനെ അവിടെ കൊണ്ടുപോയി ഇരുത്തി കേട്ടോ. അപ്പോൾ കാക്കു വരുന്നവൻ വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കായാലും പിന്നെ കാക്കു വന്നു, ഞങ്ങൾ മടങ്ങിയിട്ടോ. ഞാൻ ഫുഡൊന്നും രാത്രിക്കത്തെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കഴിച്ചു പോലെ പരിപാടിക്ക് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ ഞങ്ങൾ ഹോട്ടലിലൊക്കെ കയറിയിട്ടോ മക്കളെ. ഇതെല്ലാം കൂടി ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, ലെങ്ത്ത് കൂടും കരുതിക്കാണ്ട്. അത് ഞാൻ വേറെ വീഡിയോ ആക്കി വിടാം കേട്ടോ. പൊന്നാര മക്കളെ, ആ ഹോട്ടലിൽ കയറിയിട്ട് ഞാൻ 8ന്റെ പണി കിട്ടിയ മാതിരി എന്തായാലും ആ വീഡിയോ കാണുന്നുണ്ട്.